എല്ലാവർക്കും കഥ വായനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വായിക്കുന്ന കഥ 5ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ കടങ്കഥ എന്ന കൊച്ചുകഥയാണ്. കടങ്കഥ. ഒഴിവുനേരങ്ങളിൽ കടങ്കഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ്. പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥ കളിയാണ് ഈ കഥ. കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ. അവയിൽ പലതും ഏറെ രസകരവും. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛന്റെ ചുറ്റും തടിച്ചുകൂടും. കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ്. മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും. കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട്. തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും. ഞെട്ടില്ല, വട്ടയില, പപ്പടം. ചോദ്യം തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, കിണർ. ഇട്ടാ പൊട്ടും ഇംഗ്രീസ് മുട്ട, കടുക്. കാള കിടക്കും കയറോടും, മത്തനും മത്തൻ ചെടിയും. അടിക്കാത്ത മുറ്റം, ആകാശം. ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി, കൈതച്ചക്ക. കറിക്ക് മുമ്പൻ, ഇലക്കു പിമ്പൻ, കറിവേപ്പില. കിലുക്കും കിലുകിലുക്കും, ഉത്തരത്തിൽ ചത്തിരിക്കും, താക്കോൽ കൂട്ടം. പിന്നാലെ വന്നവർ മുന്നാലെ പോയി, പല്ല്. കടങ്കഥ ചോദിച്ചു ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു. എല്ലാറ്റിനും എടുപിടാന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു. മുത്തച്ഛൻ ഒന്നിളകിയിരുന്നു. മുത്തച്ഛൻ തോറ്റു, പിന്മാറി എന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ. എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. നിങ്ങളെല്ലാം മിടുക്കരാണ് ട്ടോ. നിങ്ങളോട് ചോദിച്ച് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു. ഇനി ഒറ്റയൊരെണ്ണമേ ബാക്കിയുള്ളൂ. ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ. മുത്തച്ഛൻ ചോദിക്ക്, ഞങ്ങൾ പറയാം. എങ്കിൽ കേട്ടോളൂ. തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി. ഉത്തരം പറ. മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ, ഞങ്ങൾക്ക് വ്യക്തമായില്ല, കുട്ടികൾ ആവശ്യപ്പെട്ടു. തലയില്ലാത്തവൻ ചെവിയാട്ടി. ഉത്തരം പറ. കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മറഞ്ഞു. അവർ പരസ്പരം നോക്കി. ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല. ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു. മുത്തച്ഛനാണെങ്കിൽ വിജയിയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ തോറ്റുകൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നു കരുതി ഒരു വിരുദ്ധം പറഞ്ഞു. ഉത്തരം ഞാൻ പറയാം. ആന. അതു ശരി. തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ? മുത്തച്ഛൻ ചോദിച്ചു. നാണിച്ചു പുളിച്ച് അവൻ തല താഴ്ത്തി. മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു. ഞങ്ങൾ തോറ്റു. ഇനി മുത്തച്ഛൻ ഉത്തരം പറ, കുട്ടികൾ പറഞ്ഞു. ഉത്തരം പറ, മുത്തച്ഛൻ ആവർത്തിച്ചു. ഞങ്ങൾക്കറിയില്ല. ഉത്തരം പറ, ഉത്തരം പറ. ഇതെന്താ മുത്തച്ഛൻ, ഞങ്ങളെ കളിയാക്കുകയാണോ? കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ എന്തിനാ നിങ്ങളെ കളിയാക്കണേ? ഉത്തരം പറന്ന് വെച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറ തന്നെയാണ്. മുത്തച്ഛന്റെ ഈ കുസൃതിക്കുട്ടന്മാർക്ക് ക്ഷ പിടിച്ചു.